കൊച്ചി ബിനാലയിലെ വിവാദ പെയിന്റിംഗ് നീക്കം ചെയ്തു. ക്രിസ്തുവിന്റെ അന്ത്യ അത്താഴത്തെ അപമാനിച്ചു എന്ന ആക്ഷേപത്തെ തുടർന്നാണ് ടോം വട്ടക്കുഴിയുടെ പെയിന്റിംഗ് പിൻവലിച്ചത്. എസ് രാഗൻ ചേർന്നു വിശദവിവരങ്ങളുമായി. രാഗൻ, ഈ കലയുമായി ബന്ധപ്പെട്ട ഇത്തരത്തിലുള്ള ആരോപണങ്ങളും ആക്ഷേപങ്ങളും എല്ലാ കാലവും ഉയരുന്നതാണ്. ആർട്ട് ഫോർ ആർട്ട് സേക്ക് എന്നൊക്കെ പറഞ്ഞാലും അതിനെ കലയായി കാണാൻ, കലയ്ക്ക് വേണ്ടി കല എന്നത് കാണാൻ ആരും തയ്യാറല്ല എന്നതുമാണ് ഈ ചിത്രവുമായി ബന്ധപ്പെട്ട വിവാദങ്ങളും അതുമായി അത് നീക്കം ചെയ്തതുമായ വിവരങ്ങളും ഇതിൻ്റെയൊക്കെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കൂ രാഗൻ. മോത്തി, ക്രിസ്തുവിന്റെ അന്ത്യത്താഴത്തെ അപമാനിച്ചു എന്ന തരത്തിൽ അല്ലെങ്കിൽ വികലമായി ചിത്രീകരിച്ചു എന്ന തരത്തിൽ ആക്ഷേപം നേരിട്ട പെയിന്റിംഗ് ആയിരുന്നു ഇത്. സിറോ മലബാർ സഭയടക്കം അതിശക്തമായി ഇതിനെതിരെ രംഗത്ത് വന്നിരുന്നു. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ ഇത്തരത്തിൽ അപമാനിക്കുന്നത് അംഗീകരിക്കാൻ കഴിയില്ല എന്നതായിരുന്നു അവരുടെ വാദം. മുഖ്യമന്ത്രിക്കും അതോടൊപ്പം തന്നെ സാംസ്കാരിക വകുപ്പ് മന്ത്രിക്കും അടക്കം പരാതി നൽകുകയും ചെയ്തിരുന്നു. കോൺഗ്രസ് അവിടെ ആ ഗ്യാലറിക്ക് മുന്നിൽ പ്രതിഷേധവും ഒക്കെ സംഘടിപ്പിച്ചിരുന്നു. ഇതേ തുടർന്ന് ഈ ചിത്രം ഉൾപ്പെട്ട വേദി താൽക്കാലികമായി അടയ്ക്കുകയും ഒക്കെ ചെയ്തിരുന്നതാണ് ബിനാലയുടെ ഭാഗമായിട്ടുള്ള ഇടം വേദി. എന്തായാലും അതിനുശേഷം ഇക്കാര്യത്തിൽ ഒരു പരിശോധനയും അതോടൊപ്പം തന്നെയുള്ള ചർച്ചകളും ഒക്കെ നടന്നു എന്നതാണ് വ്യക്തമാകുന്നത്. ഇതിനുശേഷമാണ് ഇപ്പോൾ ഈ പെയിന്റിംഗ് ബിനാലയുടെ ആ വേദിയിൽ നിന്ന് നീക്കം ചെയ്തിരിക്കുന്നത്. തുടർന്നത് തുറന്നു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് വേദി. മാത്രമല്ല, ബിനാലെ അടക്കം വ്യക്തമാക്കുന്നത് ഇത്തരത്തിൽ ഒരു പൊതുജന വികാരമടക്കം മാനിച്ചുകൊണ്ട് ആണ് ഇത്തരം തീരുമാനങ്ങളിലേക്ക് പോയത് എന്നതാണ്. അത് ക്യൂറേറ്ററാണ് ഇത്തരത്തിൽ അല്ലെങ്കിൽ ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം എടുക്കേണ്ടിയിരുന്നത്. ക്യൂറേറ്ററും കലാകാരനും തമ്മിൽ സംസാരിച്ചു. അത് സംബന്ധിച്ച് ഒരു നമുക്കുള്ളതാണ്. മലയാളികൾ പൊതുവെ അങ്ങനെയാണ്, പ്രബുദ്ധരായ മലയാളികൾ. ഇതിലൊരു ആവിഷ്കാര സ്വാതന്ത്ര്യം പറഞ്ഞ ആരും രംഗത്ത് വന്നില്ലേ? അത് പ്രതിരോധിക്കാനുള്ള ശ്രമങ്ങളുണ്ടായില്ലേ? ചില വാദങ്ങളും ചിലർ മുന്നോട്ട് വെച്ചിരുന്നു. പക്ഷേ ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ അതിശക്തമായിരുന്നു. മാത്രമല്ല, ഈ ചിത്രമടക്കം സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ വലിയ തോതിൽ പ്രചരിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ബിനാലെ ഫൗണ്ടേഷനുമായി ബന്ധം ബിനാലെ ഫൗണ്ടേഷന്റെ എതിരെ അടക്കം ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ വന്നിരുന്നു. ഈ പ്രതിഷേധങ്ങൾ കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് പോയതെന്നതാണ് വ്യക്തമാകുന്നത്. ബിനാലെ വ്യക്തമാക്കുന്നത് ക്യൂറേറ്ററാണ് ഇതിൽ അന്തിമ തീരുമാനമെടുക്കേണ്ടത്. ക്യൂറേറ്റർ കലാകാരനുമായി സംസാരിച്ചു എന്ന അടക്കമുള്ള കാര്യങ്ങളാണ് അവർ പറയുന്നത്. നേരത്തെ ടോം വട്ടക്കുഴിയുടേതായിരുന്നു ഈ പെയിന്റിംഗ്. ടോം വട്ടക്കുഴി അടക്കം വ്യക്തമാക്കിയിരുന്നത് ഇത് ഒരു ആനുകാലികത്തിൽ വന്ന ഒരു നാടകമാണ്. ആ നാടകത്തെ അധികരിച്ചുകൊണ്ട് അല്ലെങ്കിൽ അത് സൂചിപ്പിച്ചുകൊണ്ടുള്ള വരച്ച ഒരു ഇലിസ്ട്രേഷൻ മാത്രമാണ്. ഇത്തരത്തിലുള്ള വിവാദം നിർഭാഗ്യകരമാണ് എന്ന നിലപാടാണ് ഈ കലാകാരൻ ഉൾപ്പെടെ സ്വീകരിക്കുകയും ചെയ്തിരുന്നത്. തുടർന്നാണ്